SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 20 വർഷം സർവീസ് പൂർത്തിയാക്കിയ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വോളണ്ടറി റിട്ടയർമെൻറ്റ്, സ്വയം വിരമിക്കൽ. KSR വോളിയം 2 പാർട്ട് 3 റൂള് 56 പ്രതിപാദിക്കുന്ന വോളണ്ടറി റിട്ടയർമെൻറ്റ്, സ്വയം വിരമിക്കലിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ ഒന്നാമത്തെ വ്യവസ്ഥ 20 വർഷം സർവീസ് പൂർത്തിയാക്കിയിരിക്കണം. 20 വർഷമോ അതിൽ കൂടുതലോ സർവീസ് ഉണ്ടായിരിക്കണം. ഒരു ഓഫീസ് മേധാവിക്ക് 20 വർഷത്തിൽ കുറവായ ഒരപേക്ഷ, വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ നിയമം അനുശാസിക്കുന്നു 15 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തന്നെ ആ അപേക്ഷ ഈ കാരണം പറഞ്ഞ് മടക്കേണ്ടതാണ്. ചുരുക്കത്തിൽ പ്രഥമ ദൃഷ്ട്യ യോഗ്യമായിട്ടുള്ള അപേക്ഷ മാത്രമേ ഓഫീസ് മേലധികാരി, മേലോഫീസിലോ നിയമന അധികാരിക്കോ AGക്കോ അയക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ പ്രധാന വ്യവസ്ഥ, വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപേക്ഷ നൽകേണ്ടത് 3 മാസത്തിന് മുമ്പായിരിക്കണം. എന്നാണോ ജീവനക്കാരൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയ തീയതിക്ക് 3 മാസം മുമ്പ്, അതിൽ മുമ്പോ അപേക്ഷ നൽകിയിരിക്കണം. നിർബന്ധമാണ്. കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇനി 3 മാസത്തിൽ കുറവാണെങ്കിൽ അത് അതിനാൽ തന്നെ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. KSR വോളിയം 2 പാർട്ട് 3 റൂൾ 56(1) പ്രകാരം സ്വയം വിരമിക്കലിന് ഒരു ജീവനക്കാരൻ അപേക്ഷ നൽകിയാൽ 3 മാസത്തിനകം ആ അപേക്ഷ നിരസിക്കാത്ത സാഹചര്യത്തിൽ റൂള് 56(4) പ്രകാരം സ്വയം വിരമിക്കൽ നിലവിൽ വരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, റൂള് 56(1) പ്രകാരം നോട്ടീസ് പീരീഡ് 3 മാസം ഇല്ലാതെ ലഭിക്കുന്ന അപേക്ഷകൾ ഓഫീസ് മേലധികാരി 5 പ്രവൃത്തി ദിവസത്തിനകം വ്യക്തമായ കാരണം കാണിച്ച് നിരസിച്ച് മടക്കി നൽകേണ്ടതാണ്. വകുപ്പ് തല അച്ചടക്ക നടപടി, ജുഡീഷ്യൽ നടപടി, വിജിലൻസ് അന്വേഷണം, സർക്കാർ ബാധ്യതയുള്ള ജീവനക്കാർ ഇവരുടെയൊക്കെ അപേക്ഷകൾ 7 പ്രവൃത്തി ദിവസത്തിനകം തന്നെ വ്യക്തമായ കാരണങ്ങൾ എഴുതി മടക്കി നൽകണമെന്ന് സർക്കുലർ 5/9/2022 ധനകാര്യ വകുപ്പ് ഇറക്കിയ സർക്കുലർ നമ്പർ 78/2022 വ്യക്തമാക്കുന്നു. ഒരു ജീവനക്കാരൻ്റെ തസ്തികയ്ക്ക് നിയമനം നടത്തുവാൻ ക്ഷമതയുള്ള അധികാരിക്ക് തന്നെ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ തന്നെ സ്വയം വിരമിക്കുന്നതിനുള്ള അപേക്ഷയിൽ അനുമതി നൽകാവുന്നതാണ്. AGയിൽ നിന്നും സർവീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വാങ്ങി നോട്ടീസിൽ പരാമർശിക്കുന്ന തീയതിക്ക് മുമ്പായി നിയമനാധികാരി സ്വയം വിരമിക്കൽ തീരുമാനമെടുക്കേണ്ടതാണ്. അനുമതി വൈകിയത് മൂലം പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പലിശ നൽകേണ്ടി വന്നാൽ ആ ഇനത്തിൽ നൽകുന്ന തുക വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കുമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. 3 മാസത്തിനകം നിയമനാധികാരിയിൽ നിന്നോ AGയിൽ നിന്നോ മറുപടി ലഭിക്കാത്ത പക്ഷം അപേക്ഷകനെ സർവീസിൽ തുടരാൻ അനുവദിക്കേണ്ടതില്ല. സ്വയം വിരമിക്കൽ അനുവദിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചാൽ 3 മാസത്തിനകം പെൻഷനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഓഫീസ് മേലധികാരി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അപേക്ഷകന് രേഖാമൂലം നിർദ്ദേശം നൽകേണ്ടതാണ്. നോട്ടീസ് പീരീഡിൽ തന്നെ സ്വയം വിരമിക്കൽ പിൻവലിക്കുന്നതിനുള്ള അപേക്ഷ ലഭിക്കുന്നതിന് പക്ഷം വ്യക്തമായ ശുപാർശയോടെ നിയമനാധികാരി വകുപ്പ് തലവൻ മുഖാന്തരം സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. AGയിൽ നിന്നും സർവീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വാങ്ങാതെ ഒരു കാരണവശാലും സ്വയം വിരമിക്കൽ അനുവദിക്കരുത്. സ്വയം വിരമിക്കുന്നതിനുള്ള അപേക്ഷയും അതോടൊപ്പം തന്നെ 5/9/2022 ധനകാര്യ വകുപ്പ് ഇറക്കിയ ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ 78/2022 എന്നുള്ള സർക്കുലറും സ്വയം വിരമിക്കുന്നതിനുള്ള അപേക്ഷയും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.
വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്നവർക്ക്, സ്വയം വിരമിക്കൽ നടപടി പൂർത്തിയാക്കുന്നവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സർവീസ് വെയിറ്റേജ് പരമാവധി 5 വർഷം ചേർത്ത് കൊടുക്കുന്നതാണ്. 5 വർഷമോ വോളണ്ടറി റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ബാലൻസ് എത്ര വർഷത്തെ സർവീസോ ഏതാണോ കുറവ് അത് ലഭിക്കും. പരമാവധി 5 വർഷം. ഉദാഹരണത്തിന് 21 വർഷമുള്ളപ്പോഴാണ് ഒരു ജീവനക്കാരൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്നത്. ഇനി അദ്ദേഹത്തിന് 10 വർഷത്തെ സർവീസും കൂടി മുൻപോട്ടുണ്ട് എങ്കിൽ 21 വർഷത്തെ യഥാർത്ഥത്തിലുള്ള സർവീസിൻ്റെ കൂടെ 5 വർഷവും കൂടി പരിഗണിക്കും. 26 വർഷത്തെ യോഗ്യ സർവീസാണ് പെൻഷനറി സർവീസിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, സ്വയം വിരമിക്കലിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവനക്കാരന് 28 വർഷത്തെ സർവീസുണ്ട്. തുടർന്ന് 3 വർഷത്തെ സർവീസും കൂടി ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ 28ൻ്റെ കൂടെ 3 കൂടി പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ 31 വർഷത്തെ യോഗ്യ സർവീസാകും. 30 വർഷം ഫോർ ഗെറ്റിംഗ് ഫുൾ പെൻഷനും 31 വർഷം DCRG ഗ്രാറ്റുവിറ്റിക്കും വേണ്ടി പരിഗണിക്കുന്നതാണ്. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോയാൽ, 28 വർഷത്തെ സർവീസുള്ള ഒരു ജീവനക്കാരൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്നു. ഇനിയും 6 വർഷത്തെ സർവീസ് ഇനിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെയിറ്റേജ് പരിഗണിക്കുന്നത് 28ഉം 5ഉം 33 വർഷം. 30 വർഷമാണ് ഫോർ ഗെറ്റിംഗ് ഫുൾ പെൻഷന് വേണ്ടിയിട്ട് 30 വർഷം പരിഗണിക്കും. DCRGക്കും പരമാവധി 33 വർഷമാണ്. DCRGയും 33 വർഷത്തെ യോഗ്യ സർവീസ് പരിഗണിക്കുന്നതാണ്. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോയാൽ, 28 വർഷത്തെ യഥാർത്ഥത്തിലുള്ള സർവീസും റിമൈനിങ് ബാലൻസ് ഇനിയുള്ളത് 2 വർഷവുമാണ് എങ്കിൽ 28ൻ്റെ കൂടെ 2 വർഷം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 30 വർഷം ഫോർ ഗെറ്റിംഗ് ഫുൾ പെൻഷൻ ആൻഡ് DCRG. ഒരു ഉദാഹരണം, 21 വർഷവും 2 വർഷമേ ഉള്ളൂ. 21 വർഷവും 2 വർഷം ഇനിയും റിമൈനിങ് ബാലൻസ് ഉള്ളൂ. ഇനിയും 2 വർഷത്തെ സേവനം കൂടിയേ ഉള്ളൂ എങ്കിൽ 21ൻ്റെ കൂടെ 2 വർഷവും കൂടി ആഡ് ചെയ്ത് 23 വർഷത്തെ പെൻഷനറി ബെനിഫിറ്റ്സ് ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ, സ്വയം വിരമിക്കുന്നവർക്ക് പരമാവധി 5 വർഷം സർവീസ് വെയിറ്റേജ് ലഭിക്കും. എല്ലാവർക്കുമല്ല, വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്ന ഡേറ്റ് തൊട്ട് 5 വർഷമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ പരമാവധി 5 വർഷം. ഇല്ല എങ്കിൽ സ്വയം വിരമിക്കലിന് ശേഷം 5 വർഷത്തിൽ താഴെ എത്രയാണോ ഉള്ളത് ആ ആക്ച്വൽ പീരീഡും പെൻഷനറി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് യോഗ്യ സർവീസായിട്ട് പരിഗണിക്കുന്നതാണ്. എന്നാൽ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വെയിറ്റേജും കിട്ടില്ല. വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്നാണോ എടുക്കുന്ന ആ മാസത്തിലെ ബേസിക് പേ ആയിരിക്കും ലാസ്റ്റ് മന്ത് പേ ആയിട്ട് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുന്ന ലാസ്റ്റ് മന്ത് തൊട്ട് പുറകോട്ട് 10 മാസത്തെ ആവറേജ് എംപ്ലോയ്മെൻറ്റ്സ് ആണ് പെൻഷനും പരിഗണിക്കപ്പെടുക. താങ്ക് യു.